നമസ്കാരം. ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ধন্যবাদ, নমস্কার, জয় হিন্দ, বন্দে মাতরম, খোদা হাফেজ, জয় জহর, ইনশাল্লাহ, জয় বাংলা, জয় বাংলা, জয় বাংলা। আবার দেখা হবে, ফির মিলেंगे, রাহে গুলশান তো ফুল খিলেंगे আর জবা ফুল খিলেंगे আর রাহা তৃণমূল তো ফির মিলেंगे। অনেক অনেক ধন্যবাদ, নমস্কার। എങ്ങനെ തോന്നുന്നു? എക്സിറ്റ് പോൾ വന്നതിന് ശേഷം മമതാ ബാനർജി ഇപ്പോൾ ഇങ്ങനെയാണ്. എന്ത് പറയുന്നെന്നറിയില്ല, എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയില്ല. ആകെ മൊത്തം ലക്ക് തെറ്റിയ മട്ടാണ്. അല്ലാഹു അക്ബർ, യേശു ഗുരുവായൂരപ്പ, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുലമ്പിക്കൊണ്ട് ചില കാര്യങ്ങൾ പുലമ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഇനി ചിലപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ വലിയ മതേതരവാദിയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല. ആ മൈക്കും കൊണ്ട് സ്റ്റേജിൽ നിന്ന്, വേദിയിൽ നിന്ന് ഒരൊറ്റ പോക്ക് പോവുകയാണ്. നല്ല സ്പീഡുണ്ട് പറഞ്ഞ്, അത് നമ്മൾ സമ്മതിക്കണമല്ലോ. മമതാ ബാനർജിക്ക് നടത്തത്തിന് നല്ല സ്പീഡുണ്ട്. നല്ല മെലിഞ്ഞ ശരീരപ്രകൃതമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്, എന്തോ പറഞ്ഞ് പുലമ്പിക്കൊണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഒരു അവസ്ഥ. എക്സിറ്റ് പോൾ വരുമ്പോൾ ആരായാലും ഈ രീതിയിലായി പോകും. കാരണം വിജയിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞ് ധരിപ്പിച്ചു വച്ചിരുന്നത്. മമതാ ബാനർജി എന്തായാലും ഇത്തവണ കൂടി അധികാരത്തിൽ വരും. BJPക്ക് വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇക്കുറിയും മമത തന്നെ ബംഗാളിൽ എന്നതായിരുന്നു ഏറെക്കുറെ എല്ലാ ഈ രാഷ്ട്രീയ ചിന്തകന്മാരും നിരീക്ഷകന്മാരും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ പോളിങ്ങിന് ശേഷം അവരുടെയൊക്കെ ചിന്ത അങ്ങ് മാറി. കാരണം 91.83% വോട്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലും വളരെ വലിയ രീതിയിലുള്ള പെർസെൻറ്റേജ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും BJP അവിടെ തൂത്തുവാരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അവിടെ ഏകദേശം 171 സീറ്റ് വരെ പറയുന്ന എക്സിറ്റ് പോൾ സർവേകളുണ്ട്. മമതാ ബാനർജി വിജയിക്കുമെന്ന് കേവലം ഒരു സർവേയിൽ പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന ഇതൊരു സർവേയിൽ മാത്രമാണ് മമതാ ബാനർജി വിജയിക്കും എന്ന് പറയുന്നത്. പോൾ ഡയറി 150 മുതൽ 175 വരെയാണ്, 171 175 വരെയാണ് പോൾ ഡയറി പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് അവർ കേവലം 113 മുതൽ 138 സീറ്റ് വരെ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിക്കോട്ടെ 2 മുതൽ 6 സീറ്റ് വരെ. ഇനി പോൾ ഡയറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോൾ ഡയറി 142 മുതൽ 171 സീറ്റ് വരെയാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് അവർ 99 മുതൽ 127 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 3 മുതൽ 5 സീറ്റ് വരെയും. കോൺഗ്രസിനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. CPM ഒന്നും ചിത്രത്തിലേ ഇല്ല. ഇത്തവണ ഈ അക്കൗണ്ട് തുറക്കും എന്നൊക്കെയാണ് MA ബേബിയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അക്കൗണ്ട് തുറക്കാൻ പോയിട്ട് ഇനി എന്തെങ്കിലും ഒരു ലാഞ്ചന, ആരെങ്കിലും ഒരാളെങ്കിലും വോട്ടിട്ടാൽ മതി. അതുകൊണ്ടൊക്കെ തന്നെ CPMൻ്റെ അവിടുത്തെ പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ കനത്ത നിശബ്ദയാണ്. കുറച്ച് കേന്ദ്രങ്ങളേ ഉള്ളൂ, പക്ഷേ ആ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും കനത്ത നിശബ്ദതയാണ്. അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ പലർക്കും സംശയമാണ്. ചെയ്തു വെച്ച ചെയ്തികൾ അത്തരത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ വന്നു ചേർന്നതിൽ വലിയ അത്ഭുതമൊന്നും പെടാനില്ല. കേരളത്തിലും ഇനി സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇവിടെ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എക്സിറ്റ് പോൾ വന്ന സമയത്ത് UDFന് അധികാരം കിട്ടുമെന്നൊക്കെ ആയപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ പല തർക്കങ്ങളും ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഒരിടത്തും ഇടതുപക്ഷത്തിന് സീറ്റില്ലാത്ത ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. വീണ്ടും മമതയിലേക്ക് വന്നാൽ ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് 150 മുതൽ 160 സീറ്റ് വരെയാണ് BJPക്ക്, NDAക്ക് അവിടെ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് 130 മുതൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രവചിക്കുന്നത് 130 മുതൽ 140 സീറ്റ് വരെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവർ ഒരു സീറ്റും പറയുന്നില്ല. ഇനി മാട്രിക്സ് പറയുന്നത് BJP അവിടെ 142 മുതൽ 171 വരെയാണ്. തൃണമൂൽ കോൺഗ്രസ് 99 മുതൽ 127 സീറ്റ് വരെ എന്നുള്ളതാണ് മാട്രിക്സും പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അവർ സീറ്റ് ഒന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് സീറ്റുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് മമതാ ബാനർജിയും. കോൺഗ്രസ്സിന് അവിടെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് മമതയിലേക്ക് തിരിച്ചു വന്നാൽ ഇതാണ് മമതയുടെ അവസ്ഥ. ഇനി ആകെ കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ആയി എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടരുതേ എന്നൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാണെന്ന് തോന്നുന്നു. നേരത്തെ കാണിച്ചതുപോലെ മമത ഒരല്പം
പിരിയിളകിപ്പോയത് എന്നാണ് പൊതുവിൽ ഉള്ള ജനസംസാരം. എന്തായാലും ഇത്തവണ എങ്ങനെയെങ്കിലും വിജയിച്ച് കയറാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മമത പറഞ്ഞു, ഇൻഷാ അള്ളാ നമുക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ജനം നിങ്ങളോട് പ്രതികരിക്കും. ആരാണ് പ്രതികരിക്കുക? ഇവർ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്ന ചില ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുണ്ടല്ലോ, ബംഗ്ലാദേശി ഭീകരവാദികൾ, അവർ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഫാൾട്ട ജില്ലയിലൊക്കെ മത്സരിക്കുന്ന ജഹാംഗീർ ഖാൻ, ഈ ജഹാംഗീർ ഖാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഷാജഹാൻ്റെ ഉറ്റ അനുയായിയാണ്. ഈ സൗത്ത് 24 പർഗന മേഖലയിലാണ് ഈ ഫാൾട്ട കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നത്. ആ ഫാൾട്ട കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ വിജയിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന പല നാടകങ്ങളും ഉണ്ടായിരുന്നു. വീട് കയറിയുള്ള ആക്രമണം, മറ്റു കാര്യങ്ങൾ. പക്ഷേ അജയ്പാൽ ശർമ്മ ഉത്തർപ്രദേശിൽ നിന്നുള്ള എൻകൗണ്ടർ സിംഹം വന്നതോടുകൂടി ഈ പദ്ധതികളും പൊളിഞ്ഞു എന്നതാണ്. CRPF വന്ന അടിമുടി എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞു. ഇവരുടെ എല്ലാ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും പുറത്തിറങ്ങിയാൽ ഈ ഗുണ്ടകൾ ആക്രമിക്കപ്പെടുമെന്ന രീതിയിലാണ് പേടിച്ചോടുകയാണ്. ചിലരൊക്കെ ഈ കഴുത്തിക്കൂത്തിൽ ഈ കാല് തൂക്കിയെടുത്തുകൊണ്ട് ഈ കോഴിയൊക്കെ കൊണ്ടുപോകും പോലെയാണ് കൊണ്ടുപോയത് ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നം ഉണ്ടാക്കുന്നതിനിടയിൽ. ചിലരൊക്കെ വന്ന് ഈ വോട്ടിംഗ് മെഷീനിൽ വന്ന് വിക്സ് തേക്കും. ഈ വിക്സ് തേച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ വോട്ടിംഗ് മെഷീനിൽ വന്ന് കൈകുത്തിയതിന് ശേഷം പുറത്ത് വരുമ്പോൾ ഇത് മണത്ത് നോക്കും. വിക്സിൻ്റെ മണം ഉണ്ടെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്തതാണ്. അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തല്ലിച്ചതയ്ക്കുക, കൊന്നു വീഴ്ത്തുക എന്നൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പദ്ധതികളൊക്കെ. അതൊന്നും ഇത്തവണ നടപ്പിലാകില്ല എന്ന് തന്നെ ഉറച്ചുകൊണ്ടാണ് അവിടെ കേന്ദ്രസേന ഇറങ്ങിയതും മമതയുടെ മാഫിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അടിമുടി വിറപ്പിക്കുകയായിരുന്നു CRPFൻ്റെ നേതൃത്വത്തിൽ. 24 പർഗണയിലായിക്കോട്ടെ എല്ലാ മേഖലയിലേക്കും ഈ തരത്തിൽ അവിടെ മാഫിയ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്തുകൊണ്ടാണ് കേന്ദ്രസേന മുന്നോട്ട് നീങ്ങിയത്. എന്തായാലും മമതയ്ക്കിപ്പോൾ ഇരിക്കപ്പുറതിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഇനി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പഴയ NDAയുടെ ഒരു സഖ്യകക്ഷിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അന്ന് BJP ഉപേക്ഷിച്ച് പോയപ്പോൾ മമതാ ബാനർജി ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ നിന്നും അഖിലേഷ് യാദവ് SP സമാജ്വാദി പാർട്ടിയിൽ നിന്നും അഖിലേഷ് യാദവ് ഒക്കെ ഈ പശ്ചിമ ബംഗാളിൽ വന്ന ഈ മമതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി, മമതയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു. അജയ്പാൽ ശർമ്മ ഇറക്കിയത് എന്തായാലും നന്നായില്ല. ഞങ്ങൾക്കറിയാം അജയ്പാൽ ശർമ്മ എങ്ങനെയായിരുന്നു. കാരണം അവിടെ ഈ ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടതിൽ നിന്ന് ഏറ്റവും അധികം ആൾക്കാർ, ഈ ഗുണ്ടകളുടെ ഏറ്റവും അധികം ആൾക്കാർ SPയുടെ ആൾക്കാരായിരുന്നു, സമാജ്വാദി പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയായിരിക്കും അഖിലേഷ് യാദവൻ എന്താണ് അജയ്പാൽ ശർമ്മയുടെ ഒരു സ്ട്രാറ്റജി എന്ന്. എന്തായാലും രക്ഷപ്പെടില്ല എന്ന് മമതയോട് തന്നെ ഇതിനോടകം തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒരു വെടിക്ക് എന്നുള്ള ആയുധം ഇപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു കാര്യം അങ്ങോട്ട് ഇട്ടു. കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജയ്പാൽ ശർമ്മയെ പോലുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയത് ഒട്ടും നന്നായില്ല, ശരിയല്ല, ഇതിന് ദൈവം നിങ്ങളോട് ചോദിക്കും എന്നൊക്കെയാണ് SP നേതാവിൻ്റെ ഒരു ഭാഷണം. എന്തായാലും അഖിലേഷ് യാദവിനെ അവിടുന്ന് കോച്ചിങ് കൊടുത്ത് ഇങ്ങോട്ട് അയച്ചത് എന്തായാലും ഒരു വെറുതെ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം എടുക്കേണ്ട പണികളൊക്കെ എടുത്തുവെങ്കിലും ജനം വോട്ട് ചെയ്യണ്ടേ. അവിടെ വോട്ട് ചെയ്യാതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും മമത ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ജനത്തെ വെറുപ്പിക്കുന്ന, പ്രത്യേകിച്ചും ഹിന്ദുക്കളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശ്രീരാമനവമി ആഘോഷിക്കുവാൻ, അവിടെ ശ്രീരാമ ജയം ചൊല്ലുവാൻ അവിടെ അധികാരമില്ല. ഇനി ദുർഗാപൂജ നടത്തുവാനുള്ള ഹിന്ദു സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തിയത്. അത്തരം ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് അവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശിൽ ഒരു കാരണവശാലും അവിടെ ഒരു നിരത്തുകളിൽ ഒരു കാരണവശാലും നിസ്കാരങ്ങൾ ഉണ്ടാകാറില്ല. ബാങ്ക് വിളികൾ മസ്ജിദിൽ നിന്ന് അനധികൃതമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഉയരില്ല. അവിടെ മുഴങ്ങിക്കേൾക്കുന്നത് ശ്രീരാമജയം മാത്രമാണ്. ഈ കോളാമ്പി പോലുള്ള സാധനങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന എല്ലാ തരംഗങ്ങളെയും യോഗി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ തെരുവോരങ്ങളിൽ ആൾക്കാരുടെ ട്രാഫിക്കിന് തടസ്സം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വന്ന ഉടനെ തന്നെ കരഘോഷത്തിനോടൊപ്പം പറഞ്ഞത് എന്ന് പറയുന്നത് ഇനി
ഒരു കാരണവശാലും ഇവിടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ബുൾഡോസർ രാജ് വരണം എന്നാണ് യോഗിയോട് പറഞ്ഞത്. അത്തരത്തിൽ ആകെ വശം കെട്ട് നിൽക്കുകയാണ് ബംഗാളിൽ മമതാ ബാനർജി എന്ന് പറയുന്നത്. വട്ടായിപ്പോയി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ അതിശയോക്തിയൊന്നുമില്ല. അത്രയധികം പൊളിച്ചടുക്കിയിട്ടുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ എൻ ബ്ലോക്കായിട്ട്, അവിടുത്തെ സ്ത്രീകൾ എൻ ബ്ലോക്കായിട്ട് NDAക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.